അധ്യായം 23. ഹനുമാൻ ലങ്കയിലേക്ക് ചാടിക്കടന്നതു മുതൽ കുട്ടികൾ കഥ കേൾക്കാൻ കൂടുതൽ ഉത്സുകരാണ്. അവർ മുത്തച്ഛൻ എത്തുന്നതിന് മുമ്പ് തന്നെ വരവും കാത്തിരിപ്പായി. മുത്തച്ഛൻ കഥ തുടർന്നു. സീതാദേവി വൃക്ഷച്ചുവട്ടിൽ രാമനെ ധ്യാനിച്ച് ഇരിക്കുന്നത് കണ്ടപ്പോൾ രാമദൂതന് താൻ എത്തിയ വിവരം അറിയിക്കാൻ ധൃതിയായി. എങ്ങനെ തുടങ്ങണം? ഹനുമാൻ പിറുപിറുത്തു. സംസാരിക്കുന്ന രീതിയിലല്ല, എന്തോ ശബ്ദിക്കുന്നത് പോലെ. ഒരാളുടെ ശബ്ദമേ കേൾക്കാനുള്ളൂ, മറുപടി ശബ്ദമില്ല. ആരാണത്? സീതാദേവി ചുറ്റുപാടും ശ്രദ്ധിച്ചു. ആരെയും കാണാനില്ല. ഒരു കഥ പറയുന്നത് പോലെ. ദശരഥൻ്റെ കഥ, ശ്രീരാമൻ്റെ കഥ, അയോധ്യയുടെ കഥ. എല്ലാം വ്യക്തമായി സത്യസന്ധമായി പറയുന്നു. എല്ലാ സംഭവങ്ങളും അക്കമിട്ട് കൃത്യമായി സൂചിപ്പിക്കുന്നു. സീതാന്വേഷണം ആരംഭിക്കുന്നത് വരെയുള്ള കഥ കേട്ടു. പിന്നെ മൗനമാണ്, ശബ്ദമില്ല. സ്വപ്നമാണോ, തോന്നലാണോ? കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കുറേ നേരം കഴിച്ചുകൂട്ടി. തന്നോട് കഥ പറഞ്ഞ പൂജനീയൻ ആരാണെങ്കിലും കാണപ്പെടട്ടെ. പെട്ടെന്ന് തൻ്റെ മുന്നിൽ ഒരു കുരങ്ങൻ ചാടി വന്നു. അവൻ തന്നെ നോക്കി നിൽക്കുന്നു. ആരാണെന്ന് സീതയ്ക്ക് മനസ്സിലായില്ല. മായാവികളുടെ ലോകമാണ്. രാവണൻ പോലും മായാവിയുടെ വേഷം കെട്ടാൻ സമർത്ഥനാണ്. തന്നെ വഞ്ചിക്കാൻ കുരങ്ങനായി തീർന്നതാണോ? സീത സംശയിക്കുന്നതിൽ തെറ്റില്ല. ഭയം കൂടി വരുന്നു. മുഖഭാവത്തിൽ നിന്ന് ഹനുമാന് എല്ലാം മനസ്സിലായി. ദേവി, ഞാൻ മായാവിയല്ല, രാമദാസനാണ്, വായുപുത്രൻ ഹനുമാൻ. എന്നെ വിശ്വസിക്കാം. വാനരരാജൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ്. സീതയുടെ പരിഭ്രമവും ഭീതിയും നീങ്ങി. ഹനുമാൻ ശ്രീരാമൻ്റെ വേർപാടിനു ശേഷം നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി സീതയെ ധരിപ്പിച്ചു. എന്നിട്ട് ഹനുമാൻ അടയാള വാക്യത്തോടൊപ്പം നാമാക്ഷരം കുത്തിയ മോതിരവും കൊടുത്തു. ഹനുമാൻ തൊഴുകൈയോടെ നീങ്ങി നിന്നു. സീത ശ്രീരാമമോതിരം സൂക്ഷ്മമായി പരിശോധിച്ചു ബോധ്യപ്പെട്ടു. ഭക്തി പുരസരം അത് നെറുകയിൽ വെച്ച് കണ്ണുനീർ പൊഴിച്ചു. തനിക്ക് ഭർത്താവിനെ കിട്ടിയ അനുഭവം, ഹനുമാനോടുള്ള കടപ്പാട് പറഞ്ഞറിയിക്കാൻ വയ്യ. സ്വാമിയോട് ഇവിടെ നേരിൽ കണ്ട അനുഭവങ്ങളെല്ലാം പറയണം. തനിക്ക് 2 മാസത്തെ അവധിയാണ് രാവണൻ തന്നിരിക്കുന്നത്. രാമൻ വരാൻ താമസിച്ചാൽ ആ ദുഷ്ടൻ എന്നെ വെട്ടിനുറുക്കി ഭക്ഷിക്കും. സീതയെ കൊണ്ടുപോകും. ഹനുമാൻ ആശ്വസിപ്പിച്ചു. വാനരന്മാരുടെ പെരുമ്പട സമുദ്രം കടന്ന് എങ്ങനെ ലങ്കയിലെത്തുമെന്നാണ് സീതയുടെ സംശയം. രാമലക്ഷ്മണന്മാർ തൻ്റെ ചുമലിലായിരിക്കും. സുഗ്രീവനും മറ്റു വാനരന്മാരും ആകാശത്തിലൂടെ വന്ന് ദുഷ്ടരാക്ഷസന്മാരെയെല്ലാം ചുട്ടരിക്കും. വിട ചോദിച്ചുകൊണ്ട് ഹനുമാൻ യാത്രയാവുകയാണ്. സീത മുടിക്കെട്ടിനുള്ളിലുണ്ടായിരുന്ന ചൂടാമണി എടുത്തു കൊടുത്തു. പിന്നെ അടയാള വാക്യവും പറഞ്ഞു. അത് സീതയ്ക്കും രാമനും മാത്രമേ അറിയൂ. ഒരിക്കൽ ചിത്രകൂടത്തിൽ താമസിച്ചിരുന്ന കാലം. ഏകാന്തതയിൽ രാമൻ തൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി. അപ്പോൾ ഇന്ദ്രൻ്റെ മകൻ ജയന്തൻ കാക്കയായി വന്നു. തൻ്റെ പെരുവിരൽ നഖവും ചുണ്ടും കൊണ്ട് കൊത്തിക്കീറി. രാമൻ ഉണർന്നു. അപ്പോഴും തൻ്റെ നേരെ കാക്ക പാഞ്ഞടുത്തിരുന്നു. അവൻ്റെ ചുണ്ടും നഖവും ചോര പുരണ്ടിരിക്കുന്നതായി കണ്ടു. രാമൻ കോപിച്ച് ഒരു പുൽക്കൊടിയെടുത്ത് ദിവ്യാസ്ത്രത്തോട് യോജിപ്പിച്ച് അയച്ചു. അത് ജ്വലിച്ചുകൊണ്ട് കാക്കയുടെ പിന്നാലെ പാഞ്ഞു. കാക്ക ലോകം മുഴുവൻ പറന്നു നടന്നു. ഇന്ദ്രനും ബ്രഹ്മാവിനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവസാനം രാമൻ്റെ കാൽക്കൽ വന്നു വീണു. മാപ്പ് ചോദിച്ചുകൊണ്ടൊന്നും അമ്പ് വെറുതെ വിടാൻ പോകുന്നില്ല. ലക്ഷ്യം നൽകണം. കാക്ക തൻ്റെ ഇടതു കണ്ണ് നൽകി സ്ഥലം വിട്ടു. ജയന്തൻ്റെ ഒരു കണ്ണുപോയി. സീതയുടെ അടയാള വാക്യം അതായിരുന്നു. ഇത്രയും ചെറിയ ഹനുമാൻ അസുരന്മാരോട് എങ്ങനെ പൊരുതും? എല്ലാ വാനരന്മാരും ഹനുമാനെ പോലെ തന്നെയാണോ? എല്ലാം സീതയുടെ സംശയങ്ങളായിരുന്നു. ഹനുമാൻ അതെല്ലാം തീർത്തു. ഒരു നിമിഷം തൻ്റെ ഭീമാകാരമായ ശരീരം സീതയ്ക്ക് കാട്ടിക്കൊടുത്തു. ഭയങ്കരൻ തന്നെ. മായാവികളായ അസുരന്മാരോട് നേരിടാൻ മായാവിയായ ഹനുമാൻ അനുയോജ്യനാണ്. സീത ഹനുമാനെ ആശീർവദിച്ചു. മടക്കയാത്ര ശോഭനമായി തീരട്ടെ. അധ്യായം 24. ഹനുമാന്റെ കഥയായതിനാൽ കേൾക്കാനുള്ള ധൃതി കൊണ്ടാണോ കുട്ടികൾ നേരത്തെ തന്നെ മുത്തച്ഛൻ്റെ മുന്നിലെത്തിയത്? മുത്തച്ഛൻ കഥ പറയാൻ ആരംഭിച്ചു. ഹനുമാന് വിശക്കുന്നു. ജലപാനം പോലും കഴിച്ചിട്ട് എത്ര നേരമായെന്നോ. ലങ്കയിലേക്ക് കടന്നതിനു ശേഷം യാതൊന്നും ഭക്ഷിച്ചിട്ടില്ല. പിന്നെ എന്താ ഇത്ര നേരം വിശക്കാതിരുന്നത്? സീതയെ കാണാനുള്ള തിരക്കിൽ വിശപ്പും ദാഹവും മറന്നു. അത് സഫലമായപ്പോഴാണ് മറ്റു കാര്യങ്ങൾ ഓർത്തത്. അശോകവനത്തിലെ ഫലങ്ങൾ പറിച്ചു തിന്ന് തൽക്കാലം വിശപ്പടക്കി. സീതയെ കാണാനാണ് കടൽ ചാടി വന്നത്. കണ്ടു. സീതയോട് സംസാരിച്ചു. ഉത്തമനായ ദൂതനാകാൻ മറ്റൊരു കാര്യം കൂടി ഹനുമാന് പ്രവർത്തിക്കണമെന്നുണ്ട്. എന്താണത്? ലങ്കയുടെ അധിപനാണ് രാവണൻ. രാവണനെ കാണാതെ മടങ്ങുന്നത് കുറച്ചിലല്ലേ? തന്നെ വിളിച്ചു വരുത്തി സംസാരിക്കാനുള്ള ഔചിത്യമൊന്നും രാവണൻ കാണിക്കില്ല. താൻ വന്നത് രാവണനെ അറിയിക്കുക തന്നെ.
അശോകവനത്തിൽ നിന്നും തന്നെ ആരംഭിച്ചു. പൂന്തോട്ടവും വള്ളിപ്പടർപ്പുകളും തകർത്തു. വൃക്ഷങ്ങൾ കടപുഴകി വീണു. സീത ഇരിക്കുന്ന സ്ഥലം മാത്രം തൊട്ടില്ല. ആ മരം തകർത്തില്ല. മണിമാളികകൾ ഇടിച്ചു നിരത്തി. രാക്ഷസിമാർ ഭയന്ന് ഓട്ടം തുടങ്ങി. ഈ ജന്തു ഏതാ? സീതയോട് അന്വേഷിച്ചു. സീത ഒഴിഞ്ഞുമാറി. ഹനുമാൻ തകർക്കുകയാണ്. കോട്ട കാവൽക്കാരൻ മരിച്ചു വീഴുന്നു. രാവണൻ വാർത്തയറിഞ്ഞു. കോപിച്ച് വാനരനെ കൊല്ലാൻ കിങ്കരന്മാരെ അയച്ചു. അവർ ഹനുമാനോട് എതിരിട്ടു. ഹനുമാൻ കയ്യിൽ കിട്ടിയ ഇരുമ്പ് തൂണുകൊണ്ട് അവരുടെ തലയ്ക്കടിച്ച് കൊന്നു. സിംഹനാദം മുഴക്കി. വാലിളക്കിക്കൊണ്ട് പർവ്വതാകാരനായി താൻ തകർത്ത യജ്ഞമന്ദിരത്തിൻ്റെ മുന്നിൽ സകലരെയും വെല്ലുവിളിച്ചുകൊണ്ട് നിന്നു. കിങ്കരന്മാരുടെ മരണവാർത്തയറിഞ്ഞ് രാവണൻ സേനാധികളെയും മന്ത്രിമാരെയും അയച്ചു. അവരും ആ ഇരുമ്പുദണ്ഡിന് ഇരയായി. നാണക്കേട് തന്നെ. ഒരു കുരങ്ങനോട് നേരിടാൻ ഇത്ര ബുദ്ധിമുട്ടോ? രാവണന്റെ ഇളയ മകൻ മുന്നോട്ട് വന്നു. അക്ഷയകുമാരൻ മിടുക്കനും വില്ലാളിയുമാണ്. അക്ഷയകുമാരനെ കൊല്ലാനും ഹനുമാന് വിഷമമുണ്ടായില്ല. ആകാശത്തേക്ക് കുതിച്ചുപൊങ്ങി അക്ഷയകുമാരനെ അടിച്ചു കൊന്നു. അനുജനെ കൊന്നവനോട് പകരം ചോദിക്കാൻ പിന്നെ യുദ്ധത്തിന് പോയത് ഇന്ദ്രജിത്താണ്, രാവണന്റെ മൂത്ത മകൻ. ഇന്ദ്രജിത്തിന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. ഈ വാനരൻ നിസ്സാരനല്ല. അലറിക്കൊണ്ട് ഇന്ദ്രജിത്ത് ഹനുമാനെ നേരിട്ടു. ശത്രു സാമാന്യനല്ല. ഇരുമ്പുലക്ക ഉയർത്തിപ്പിടിച്ച് ഹനുമാൻ ഗരുഡനെ പോലെ ആകാശത്തേക്ക് കുതിച്ചു. പിന്നെ രണ്ടുപേരും അവിടെയായി യുദ്ധം. ഇന്ദ്രജിത്തിന്റെ മൂർച്ചയേറിയ ബാണങ്ങൾക്ക് ഹനുമാനെ കാര്യമായൊന്നും ചെയ്യാനായില്ല. ഹനുമാൻ ഇന്ദ്രജിത്തിന്റെ സാരഥിയെ അടിച്ചു കൊന്നു. തേര് തകർത്തു. ഹനുമാൻ അസാമാന്യൻ തന്നെ. ഇന്ദ്രജിത്ത് പുതിയ രഥത്തിൽ വന്നു. ഗത്യന്തരമില്ലാതെ ഒടുവിൽ ബ്രഹ്മാസ്ത്രം അയച്ചു. വാനരനായകൻ ബന്ധിക്കപ്പെട്ടു. ഹനുമാനെ വധിക്കാൻ കഴിയില്ലെന്ന് ഇന്ദ്രജിത്തിന് മനസ്സിലായി. ദേവേന്ദ്രനെ പോലും ജയിച്ചവനാണ് ഇന്ദ്രജിത്ത്. ദേവേന്ദ്രനെ ജയിച്ചവനെന്നാണ് ആ പേര് തന്നെ അർത്ഥമാക്കുന്നത്. രാവണ സദസ്സിലേക്ക് ബന്ധനസ്ഥനായ ഹനുമാൻ കൊണ്ടുവരപ്പെട്ടു. ഹനുമാൻ ബോധം കെട്ടവനെ പോലെ കിടന്നു. മനസ്സിൽ രാമനാമം ചൊല്ലി ശ്രീരാമനെ ധ്യാനിച്ചു. ഹനുമാൻ സകല ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടിയവനാണ്. എന്നിട്ടാണോ ഈ ബന്ധനം? രാവണന്റെ ആജ്ഞ അനുസരിച്ച് പ്രഹസ്തൻ ഹനുമാനെ ചോദ്യം ചെയ്യാനെത്തി. എന്തിനു വന്നു? അയച്ചത് ആരാണ്? സത്യം പറയണം, എങ്കിൽ രക്ഷപ്പെടാം. ഭയപ്പെടേണ്ട, പറഞ്ഞോളൂ. പ്രഹസ്തന് വില കൽപ്പിക്കാതെ ഹനുമാൻ മുഖ്യ ശത്രുവായ രാവണനെ തന്നെ സൂക്ഷിച്ചു നോക്കി. രാമനെ മനസ്സിൽ നിരൂപിച്ച് ഹനുമാൻ മറുപടി പറഞ്ഞു. സീതയെ കാണാൻ, വിവരങ്ങൾ അറിയാൻ, 3 ലോകവും ആരാധിക്കുന്ന രാമന്റെ ദൂതൻ. ആ പുണ്യപുരുഷന്റെ ഭാര്യയെ ഒരു രാക്ഷസൻ കട്ടുകൊണ്ടുപോയിരിക്കുന്നു. സർവനാശത്തിനു വേണ്ടി അവന് ഒരു ദുർബുദ്ധി തോന്നിപ്പോയി. ശ്രീരാമൻ മാതംഗഗിരിയിലുണ്ട്. സുഗ്രീവനോട് സഖ്യം ചെയ്തു. ബാലിയെ വധിച്ചു. കോടിക്കണക്കിനുള്ള വാനരപ്പടയുടെ ബലത്തോടെ രാജാതിരാജൻ സുഗ്രീവൻ യുദ്ധത്തിന് ഒരുക്കുകൂട്ടുന്നു. രാമലക്ഷ്മണന്മാരുടെ സഹായവും സുഗ്രീവനുണ്ട്. സീതയെ തേടാൻ സുഗ്രീവനയച്ച വാനരനാണ് ഞാൻ. അല്പം വാനര ശ്രേഷ്ഠകൾ കാട്ടി കൊല്ലാൻ വന്നവനെ കൊന്നു. രാവണപുത്രൻ ബ്രഹ്മപാശത്താൽ കെട്ടിയിട്ടിരിക്കുന്നു. ബ്രഹ്മാസ്ത്രത്തെ മാനിക്കേണ്ടത് തൻ്റെ കടമയാണ്. അത് തന്നെ ഉപദ്രവിക്കില്ല. ബ്രഹ്മാവിന്റെ വരപ്രഭാവം തനിക്കുണ്ട്. രാവണനോട് നേരിട്ട് സംസാരിക്കാൻ അവസരം നോക്കി. ബോധമില്ലാത്തവനെ പോലെ കുറച്ചു നേരം കിടന്നതാണ്. ഹനുമാൻ രാവണനെ ഉപദേശിച്ചു. നന്മയെ തിരിച്ചറിയാൻ കഴിയാത്തവന് നന്മ ചൊല്ലിത്തന്നിട്ട് ഫലമില്ലെന്നറിയാം. എങ്കിലും കേൾക്കണം. സത്യവും മിഥ്യയും തിരിച്ചറിയണം. അതാണ് വിവേകം. വിവേകമുണ്ടെങ്കിലേ ദേവമാർഗവും അസുരമാർഗവും മനസ്സിലാക്കാൻ സാധിക്കൂ. ഉപദേശം തുടങ്ങിയപ്പോഴേക്കും അത് നിർത്താൻ ആവശ്യപ്പെട്ടു. തൻ്റെ രീതി തൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കലാണ്. മറ്റു വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. രാവണൻ അക്ഷമനായി. കോപത്തോടെ ഹനുമാനെ നോക്കി. സീതയെ രാമന് സമർപ്പിക്കണം. മാപ്പ് പറയണം. ആ കാൽക്കൽ വീഴണം. ശ്രീരാമനാമം ജപിച്ചാൽ വിഷ്ണുലോകം പ്രാപിക്കാം. മോക്ഷം കിട്ടും. ഹനുമാൻ രാവണന് മുന്നറിയിപ്പ് നൽകി. വാനരന്റെ ഉപദേശം കേൾക്കാൻ തക്കവണ്ണം രാവണൻ തരം താണിട്ടില്ല. താൻ 3 ലോകത്തിൻ്റെയും അധിപനാണ്. ഒരു രാമനും സുഗ്രീവനും സഹായത്തിനുണ്ടെന്ന് കരുതി നെഗളിക്കേണ്ട. വകവരുത്താൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പിടിച്ചു കെട്ടി കൊണ്ടുവന്നത്. ദേവന്മാരെ കിടുകിട വിറപ്പിച്ചവനാണ് രാവണൻ. വാനരപ്പട തകർക്കാൻ 1 നിമിഷം മതി. വേണ്ടി വന്നാൽ എല്ലാവരെയും വകവരുത്തും. രാവണന്റെ വാക്ക് കേട്ട് ഹനുമാന് സഹികെട്ടു. താൻ രാമഭക്തനാണ്. കോടി രാവണന്മാർ പോലും തനിക്ക് സമന്മാരല്ല. ബുദ്ധിയില്ലാതെ പുലമ്പരുത്. രാവണൻ കോപം കൊണ്ടലറി. ഇവനെ പിടിച്ച് കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കാൻ ആരുമില്ലേ? ഉടനെ ഭടന്മാരെത്തി. ഹനുമാനെ പിടിച്ചു. കണ്ടുനിന്ന വിഭീഷണൻ അവരുടെ അടുത്തെത്തി പിടിവിടുവിച്ചു. അവരോട് പറഞ്ഞു, അരുത്. രാവണനോട് അപേക്ഷിച്ചു. ദൂതനെ വധിക്കാൻ പാടില്ല. അത് അധർമ്മമാണ്, വിധിയില്ലാത്തതാണ്. രാമൻ നയിച്ച ദൂതനാണ്. രാമനെ വധിക്കാം. പക്ഷേ ആ വാർത്ത രാമനെ അറിയിക്കണമെങ്കിൽ ദൂതൻ വേണം. അതുകൊണ്ട് ശിക്ഷ നൽകി അപമാനിച്ചു വിടാം. ദൂതൻ അതും കൂടി അവിടെ ചെന്ന് അറിയിക്കട്ടെ. വിഭീഷണന്റെ അഭിപ്രായം ശരിയാണെന്ന് രാവണന് തോന്നി. അതിൽ ന്യായവും യുക്തിയുമുണ്ട്. വാനരന്മാർക്ക് ബലം വാലിലാണ്.
വാലിൽ തുണി കൊണ്ട് ചുറ്റിക്കെട്ടണം. എന്നിട്ട് എണ്ണയൊഴിച്ച് കത്തിക്കണം. പട്ടണം ചുറ്റിച്ച് വിടണം. സകല വാനരന്മാർക്കും ഒരു പാഠമാകട്ടെ. ഇവന്റെ കഥ എല്ലാവരും പറഞ്ഞു നടക്കട്ടെ. രാവണൻ തീരുമാനിച്ചു. ഹനുമാന്റെ വാലിൽ തീ കൊളുത്തുന്ന കഥ നാളെ പറയാം. എല്ലാവരും ഉറങ്ങാൻ പോയി. അധ്യായം 25. കുട്ടികളെ, ഹനുമാൻ ലങ്ക ചുട്ടരിക്കുന്ന കഥയാണ് പറയാൻ പോകുന്നത്. കേട്ടോളൂ. കുട്ടികൾ മുത്തച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു. കഥ തുടർന്നു. ലങ്കാധിപന്റെ തീരുമാനം കേട്ടില്ലേ? അത് നടപ്പിൽ വരുത്താൻ രാജകൊട്ടാരത്തിൽ മന്ത്രിമാർ തിരക്ക് പിടിച്ച ആലോചന ആരംഭിച്ചു. തുണി ശേഖരിച്ചു. രാജഭടന്മാർ ഹനുമാന്റെ വാലിൽ കെട്ടാൻ തുടങ്ങി. എന്തൊരത്ഭുതം! ചുറ്റിക്കെട്ടും തോറും വാല് വലുതാകുന്നു. തുണി മതിയാകുന്നില്ല. വീണ്ടും ശേഖരിച്ച് കെട്ടി. ഫലമില്ല. വാല് പിന്നെയും ബാക്കി കിടക്കുകയാണ്. എല്ലാവർക്കും മടുത്തു. ഇനി കത്തിച്ചു വിടുക തന്നെ. എണ്ണയൊഴിച്ച് അതും തികയുന്നില്ല. കൊട്ടാരത്തിലെ സ്റ്റോക്ക് മുഴുവൻ തീർന്നു. കള്ളൻ കള്ളൻ! രാക്ഷസന്മാർ പെരുമ്പറ കൊട്ടി അറിയിച്ചു. ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി. പെട്ടെന്ന് വാനരൻ മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം. എല്ലാവരും മേൽപോട്ട് നോക്കി. അമ്പട രാക്ഷസന്മാരെ, നിങ്ങളെ വെറുതെ വിട്ടുകൂടാ. ആരോടും ഒരിക്കലും ഇത്ര ദുഷ്ടത കാട്ടരുതല്ലോ. വീണ്ടും ചാടിയപ്പോൾ ഹനുമാന്റെ രൂപം ചെറുതായി. വെറും കൊച്ചു വാനരൻ. കെട്ടുകൾ എല്ലാം വേറിട്ടു. വാനിൽ നിന്ന് കയറൊക്കെ അഴിഞ്ഞുപോയി. ഒരു തൂണ് വലിച്ചെടുത്ത് കാവൽക്കാരെയെല്ലാം അടിച്ചു കൊന്നു. തീ വലിച്ചുകൊണ്ട് ചാട്ടമായി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മാളികകളിൽ നിന്ന് മാളികകളിലേക്ക്, വീടുകളിൽ നിന്ന് വീടുകളിലേക്ക്, ഗോപുരങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളിലേക്ക്. തീ കൊണ്ടുള്ള കളി. സർവത്ര തീയ്. ലങ്ക കത്തിയെരിയുന്നു. ഹനുമാൻ പൊട്ടിച്ചിരിക്കുന്നു. രാക്ഷസിമാരുടെ കൂട്ടക്കരച്ച്. അച്ഛനെ വിളിച്ച്, അമ്മയെ വിളിച്ച്, ഭർത്താവിനെ വിളിച്ച്. വിഭീഷണന്റെ വീടൊഴിച്ച് ലങ്കാനഗരം മുഴുവൻ കത്തി നശിച്ചു. നിരുപദ്രവികളായ ദൈത്യനാരിമാർ തീയിൽ വീണ് പിടഞ്ഞെങ്കിലും അവർ ദേവതകളെ പോലെ വിളങ്ങി. അഗ്നിദേവൻ ഹനുമാനെ പൊള്ളിച്ചില്ല. സർവനാശം വരുത്തിയെങ്കിലും അത് രാമകാര്യത്തിന് വേണ്ടിയാണ്. ദുഷ്ടരെ ശിക്ഷിച്ചതാണ്. കടലിൽ ചാടി കുറച്ചുനേരം കിടന്നു സ്വസ്ഥചിത്തനായി. വീണ്ടും സീതയെ കണ്ട് വന്ദിച്ചു. രാമലക്ഷ്മണന്മാരും വാനരകോടികളുമൊത്ത് വീണ്ടും കാണാമെന്ന് ഉറപ്പു നൽകി. അതുവരെ രാമവാർത്ത കേൾക്കാൻ നിവർത്തിയില്ലല്ലോ എന്നാലോചിക്കുമ്പോഴാണ് വിഷമം. ഇത്ര നേരം സങ്കടമെല്ലാം മറന്ന് ജീവിച്ചു. രാമനെ കാണാൻ ധൃതി തോന്നുന്നു. തൻ്റെ വിരഹം രാമൻ എങ്ങനെ സഹിക്കുന്നു? സീതയുടെ ദുഃഖം കണ്ട് ഹനുമാൻ പറഞ്ഞു, തൻ്റെ ചുമലിൽ ഇരിക്കാമെങ്കിൽ, വിസമ്മതമില്ലെങ്കിൽ നിമിഷങ്ങൾക്കകം രാമൻ്റെ മുന്നിലെത്തിക്കാം. അത് സീത ഇഷ്ടപ്പെട്ടില്ല. അത് ശ്രീരാമൻ്റെ യശസ്സിന് കളങ്കമാണ്. യുദ്ധം ചെയ്ത് രാവണനെ കൊല്ലണം. സീതയെ കൂട്ടിക്കൊണ്ടുപോകണം. അതാണ് ആഗ്രഹം. ഒളിച്ചോടിപ്പോകാൻ മനസ്സില്ല. ശ്രമിക്കുന്നതും ശരിയല്ല. രാമൻ വേഗം വരട്ടെ. അതുവരെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് വേദനകൾ സഹിച്ച് കഴിഞ്ഞുകൊള്ളാം. ഹനുമാൻ ഒരിക്കൽ കൂടി സീതയെ വണങ്ങി. മറുകരയിലേക്ക് ചാടണം. ഗിരികൂടത്തിലെത്തി. ശക്തി സംഭരിച്ചു. കുതിച്ചുയർന്നു. കുതിപ്പിൻ്റെ ശക്തിയിൽ പർവ്വതം താണുപോയി. ഹനുമാൻ ആകാശത്തു തന്നെ നിലകൊണ്ടു. മടക്കയാത്ര തുടർന്നു. മഹേന്ദ്രഗിരി കാണാറായി. ഹനുമാൻ സന്തോഷം കൊണ്ട് ഒന്നലറി. ശബ്ദം കേട്ട് അവിടെ കാത്തുനിന്ന വാനരന്മാരെല്ലാം ആകാശത്തേക്ക് നോക്കി നിന്നു. ഹനുമാന്റെ തിരിച്ചുവരവ് കാണാൻ. ഹനുമാൻ ആകാശത്തു നിന്ന് മലമുകളിൽ വന്നിറങ്ങി. യാത്ര വിവരണങ്ങളും ലങ്കയിലെ സംഭവ വികാസങ്ങളും എല്ലാം ഹനുമാൻ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഹനുമാനെ കെട്ടിപ്പുണർന്നു. പിന്നീട് എല്ലാവരും ചേർന്ന് രാമസുഗ്രീവന്മാരുടെ അടുത്തേക്ക് പുറപ്പെട്ടു, ആഹ്ലാദ പ്രകടനത്തോടെ. ആ വഴിക്കാണ് പ്രസ്രവണം എന്ന പർവ്വതം. അവിടെ മധു എന്ന ഒരു ഉപവനമുണ്ട്. അത് സുഗ്രീവന്റെ സംരക്ഷണയിലാണ്. ദതിമുഖനാണ് അതിൻ്റെ കാവൽക്കാരൻ. സുഗ്രീവന്റെ അമ്മാവൻ യുവരാജാവായ അംഗദൻ ദതിമുഖനുമായി സംസാരിച്ചു. ശ്രീരാമകാര്യം സാധിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് മതിമറന്ന വാനരന്മാർക്ക് ആഹാരത്തിന് മധുവനത്തിലെ ഫലങ്ങളും പഴങ്ങളും ഭക്ഷിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. യുവരാജാവിനോട് ആരും തടസ്സം പറഞ്ഞില്ല. വാനരന്മാർ തേനും പഴങ്ങളും ആവോളം ഭുജിച്ചു. തേൻ കുടിച്ച് വാനരന്മാർ മത്തരായി തീർന്നു. ആഹ്ലാദ പ്രകടനം അമിതമായി. കാവൽക്കാരെ അകാരണമായി മർദ്ദിച്ചു. ചിലരെ ഇടിച്ചു വീഴ്ത്തി. വഴക്ക് മൂത്തു. നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദതിമുഖൻ വിവരം സുഗ്രീവനെ അറിയിച്ചു. അംഗദനും ഹനുമാനും മറ്റു വാനരന്മാരും ചേർന്ന് മധുവനം നശിപ്പിച്ചിരിക്കുന്നു. രാമകാര്യം സാധിച്ചിരിക്കുന്നു. ആ സന്തോഷമായിരുന്നു ഹനുമാന്റെയും അംഗദന്റെയും മനസ്സു നിറയെ. അക്രമം കാണിച്ച വാനരന്മാരെ മധുവനത്തുനിന്ന് പുറത്താക്കാതിരുന്നതും ആ സന്തോഷപ്രകടനത്തിന്റെ ഭാഗമാണ്. സീതയെ കണ്ടുവന്നിരിക്കുകയാണ് ഹനുമാൻ. മധുവനം തകർക്കുന്ന വാനരന്മാരെ അംഗദനും ഹനുമാനും തടയാതിരുന്നതിനും കാരണം കാണും. തൻ്റെ ആജ്ഞ അതേപടി അനുസരിക്കുന്നവരാണ് അവർ. രാമകാര്യം സാധിച്ചിരിക്കിയാൽ താൻ എല്ലാറ്റിനും മാപ്പു നൽകുമെന്ന വിശ്വാസം അവർക്കുണ്ടാകും.
അല്ലെങ്കിൽ മധുവനം നോക്കാൻ പോലും ആരും ധൈര്യപ്പെടില്ലെന്ന് സുഗ്രീവൻ അറിയാം. അതുകൊണ്ട് സീതയെ കണ്ടു എന്ന് നിസ്സംശയം വിശ്വസിക്കാം. സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ച് ഹനുമാനും അംഗദനും മറ്റും സുഗ്രീവന്മാരുടെ മുന്നിൽ വന്നു നിന്നു. രാമനെയും സുഗ്രീവനെയും വണങ്ങി. ഹനുമാൻ നടന്ന കഥകളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. ശ്രീരാമൻ ഹനുമാനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. സീത നൽകിയ ചൂഡാമണി ഹനുമാൻ ശ്രീരാമന് നൽകി. പണ്ട് ത്രികൂടഗിരിയിൽ നടന്ന ആ കാകവൃത്താന്തം അടയാളവാക്യമായി ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിച്ചു. ശ്രീരാമൻ അതീവ സന്തുഷ്ടനായി, പൂർവാധികം ഉന്മേഷവാനായി കാണപ്പെട്ടു. രാവണന് എതിരെയുള്ള പടനീക്കം ശക്തിപ്പെട്ടു. ഇനി കഥ നാളെ പറയാം. മുത്തച്ഛൻ എഴുന്നേറ്റു.